മുന്തിയവൻ്റെ ആസനം താങ്ങുന്ന സർക്കാർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെയുള്ളൊരു സർക്കാരാണ് ഇപ്പോൾ നമുക്കുള്ളത്. പല കാര്യങ്ങളിലും നല്ലതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. എന്നിരുന്നാൽ പോലും ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ഒറ്റപ്പെട്ട അഭിപ്രായമാണ് നമ്മുടെ സർക്കാരിന്, അല്ലെങ്കിൽ അഭിപ്രായമില്ലാതെ മൗനം പാലിച്ചിരിക്കുന്ന ഒരു സർക്കാരുമാണ് നമുക്കുള്ളത്. ഒരുപാട് പാർട്ടി പ്രവർത്തകർ നമുക്കുണ്ട്. എന്നിരുന്നാൽ പോലും ഈ ഒരു വിഷയത്തിൽ സംസാരിക്കാനോ ഈ ഒരു വിഷയത്തിന് വേണ്ടി ഇനിഷ്യേറ്റീവ് എടുക്കാനോ ഒരാളും വരുന്നില്ല മുന്നോട്ട്. കാരണം അവർക്ക് പേടിയാണ്. ഇതിലുള്ള ആളുകളുടെ പിടിപാട് തന്നെയായിരിക്കും ഒരു പക്ഷേ നമ്മുടെ സർക്കാരിനെ പേടിപ്പിക്കുന്നത്. ഒറ്റ നിലപാടുള്ള അല്ലെങ്കിൽ ഇരട്ടച്ചങ്കനായിട്ടുള്ള നമ്മുടെ ശ്രീ പിണറായി വിജയൻ പോലും മൗനം പാലിച്ചിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്താണെന്നുള്ളത് ആർക്കും മനസ്സിലാവുന്നില്ല. കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി, ശക്തനായ മുഖ്യമന്ത്രിയാണുള്ളത്. പക്ഷേ ആ മുഖ്യമന്ത്രി പോലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മൗനം പാലിച്ച് ഒന്നും മിണ്ടാതെ ഇരിക്കുമ്പോൾ അതിലെന്തൊക്കെയോ ദുരൂഹതകളുണ്ട്, അല്ലെങ്കിൽ അതിലെന്തൊക്കെയോ പേടിപ്പിക്കുന്ന ഘടകങ്ങളുണ്ടെന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. അപ്പം 4 ദിവസങ്ങൾക്ക് മുൻപ് ഷഹബാസിൻ്റെ അച്ഛൻ മാധ്യമങ്ങൾക്ക് കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, കൊലപാതകങ്ങൾക്ക്, ഈ പറയുന്ന കൊലപാതകികൾക്ക് രക്ഷിതാക്കളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ആയതിനാൽ തന്നെയാണ് ഈ പറയുന്ന കൊലപാതകികൾ തൻ്റെ മകനെ കൊല്ലാൻ ഇടയുണ്ടായത്.